എനിക്ക് രണ്ടുപേര് ശ്ലോകം ഞാൻ പറയാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ നേരത്തെ പോയി അമ്പലത്തിൽ പോയി പൂജ കഴിഞ്ഞ് വന്ന് പിന്നെ പൂജയ്ക്ക് വീട്ടിൽ പൂജയ്ക്ക് ഭഗവാനെ വെച്ച് പൂജയ്ക്ക് അത് അണിയണം. തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. ഇതാണ് നമ്മുടെ ശ്രീകൃഷ്ണന്റെ ഫൈനൽ ലുക്ക്. ഹാപ്പി ശ്രീകൃഷ്ണ ജന്മാഷ്ടമി എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് വന്നിട്ട് ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം വ്ളോഗായിരിക്കും കേട്ടോ. നമ്മുടെ മാത്രം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്താൽ പോരല്ലോ അല്ലേ അമ്മ? അതെ അതെ. അപ്പോൾ നമ്മൾ കൃഷ്ണൻ്റെയും ഒരു ജന്മദിനം, കൃഷ്ണന് ഇഷ്ടപ്പെട്ട പാൽപ്പായസം, അപ്പം എല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മളൊരു കുഞ്ഞു പൂജ അവിടെ വീട്ടിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗായിരിക്കും ഇന്നത്തെ. അതെ. അപ്പോൾ നമ്മുടെ പൂജയ്ക്ക് ടൈം ആവുന്നേ ഉള്ളൂ ഗൈസ്. നമ്മളിവിടെ എല്ലാ ഡെക്കറേഷനും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് ഇവിടെ. അമ്മൂമ്മ ഇരിക്കുന്നുണ്ട്. അമ്മൂമ്മ ഹായ് പറയൂ. ഹായ്. ഓക്കെ. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ടോ, നല്ല കുളിച്ച് എല്ലാം പ്രാർത്ഥിച്ച് നമ്മളെല്ലാം ഡെക്കോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേഷൻസ് എല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ് നമ്മളൊരു 10 മിനിറ്റ്സിൽ പൂജ തുടങ്ങും. അപ്പോൾ നമ്മൾ കുഞ്ഞു കൃഷ്ണനെ അണിയിച്ചൊരുക്കാൻ വേണ്ടി പോവാണ്. അതിനായിട്ട് വലിയൊരു തുളസിമാല അമ്മുമ്മ കോർത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണൻ്റെ വിഗ്രഹം മേലെ ആയിരുന്നു. കൃഷ്ണൻ്റെ വിഗ്രഹം ആദ്യം വെച്ചു. ഓൾറെഡി ഒരു മാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ തുളസിമാലയും കൂടെ ചാർത്തി കൊടുത്തു. അത് കഴിഞ്ഞ് അമ്മുമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടേബിളിൽ ഒരു തുണി വിരിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് വിഗ്രഹം വെക്കാനായിട്ട്. അപ്പോൾ അമ്മ ഒരു തുണി കൊണ്ടുവന്നിട്ട് തുണി വിരിച്ചു. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ വിഗ്രഹം വെച്ചത്. അതിനുശേഷം വിളക്ക്, പൂജയ്ക്കുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി. ചന്ദനത്തിരി, കർപ്പൂരം എല്ലാം വെച്ച് സെറ്റ് ചെയ്തു. അതിനുശേഷം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മയിൽപ്പീലിയാണല്ലോ മെയിൻ. അപ്പം മയിൽപ്പീലി ഒരെണ്ണം സൈഡിൽ വെച്ച് കൊടുത്തു. പിന്നെ കൃഷ്ണൻ്റെ ഫേവറേറ്റ് ഉണ്ണിയപ്പം, അമ്പലപ്പുഴ പാൽപ്പായസം, അവൽ, വെല്ലം, പൊരി എല്ലാം വെച്ച് നമ്മൾ കൃഷ്ണനെ ഒരുക്കി. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത ഡെക്കറേഷൻസ്. മെയിൻ കൃഷ്ണനെ നമ്മൾ വെച്ചിട്ടുണ്ട്. തുളസിമാല അണിയിച്ചിട്ടുണ്ട്, ഒരു മാല അണിയിച്ചിട്ടുണ്ട്. സൈഡിലായിട്ട് മയിൽപ്പീലി ഉണ്ട്. പിന്നെ പ്രസാദമായിട്ട് കൃഷ്ണൻ്റെ ഫേവറേറ്റ് ഉണ്ണിയപ്പം, പിന്നെ പഴം വെച്ചിട്ടുണ്ട്, തേങ്ങ ഉടച്ച് വെച്ചിട്ടുണ്ട്, ചന്ദനത്തിരി, വെള്ളം, കൃഷ്ണന് പൂജ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുളസി വെച്ചിട്ടുണ്ട്, പിന്നെ പൊരി, അവൽ, വെല്ലം, ഇതൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഒരു ഐറ്റം കൂടെ വരാനുണ്ട് കേട്ടോ, പായസം. അത് അപ്പൂപ്പ അവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ പറഞ്ഞ പോലെ അപ്പൂപ്പ ഇവിടെ പായസം പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൂപ്പ ആയിക്കൊണ്ട് വരുന്നു. അപ്പൂപ്പ ഇവിടെ ഉണ്ട്. എന്താ പറയാനുള്ള ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആയിട്ട്? എനിക്ക് രണ്ടുപേര് ശ്ലോകം ഞാൻ പറയാം. പറയും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ ഗുരുവായൂരപ്പ ആശ്രിതവത്സര വാതാലേശ കാരുണ്യ സിന്ധു ആവൽ ബാന്ധവ ഭഗവാനെ കൃഷ്ണ കാരുണ്യമുണ്ടാകെ. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഗൈസ്, അപ്പൂപ്പയുടെ ശ്ലോകവും അടിപൊളിയായി, പായസം ഇവിടെ അടിപൊളിയായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഒരു ബൈ പറഞ്ഞോളൂ. ബൈ. അപ്പോൾ പണ്ട് കാലത്ത് അമ്മൂമ്മയുടെയൊക്കെ ചെറുപ്പകാലത്ത് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി എങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത്, അപ്പം അതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് അമ്മൂമ്മയ്ക്ക് ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ നേരത്തെ പോയി അമ്പലത്തിൽ പോയി പൂജ കഴിഞ്ഞ് വന്ന് പിന്നെ പൂജയ്ക്ക് വീട്ടിൽ പൂജയ്ക്ക് ഭഗവാനെ വെച്ച് പൂജയ്ക്ക് അത് അണിയണം. അണിത് ഭഗവാനെ എത്തി എന്നിട്ടാണ് ഞങ്ങൾ പൂജയ്ക്കുള്ളതൊക്കെ ഒരുക്കുക. അപ്പോൾ എൻ്റെ അമ്മയുണ്ടായിരുന്നു. എനിക്ക് ഇതൊന്നും അറിയില്ല. ഈ മുറുക്കുണ്ടാക്കുക, ചീടി ഉണ്ടാക്കുക, ഈ നിത്യാദികളൊന്നും എനിക്ക് പരിചയമില്ല. അതൊക്കെ എൻ്റെ അമ്മയാണ് ഉണ്ടാക്കുക. അട ഉണ്ടാക്കുക, പിന്നെ പായസം, പിന്നെ പാൽപ്പായസം വെച്ച്, പിന്നെ അട, പിന്നെ ചീട, മുറുക്ക്, പിന്നെ ഒരു പച്ചരി ദോശയും ചുടും. ഭഗവാന് ഉപ്പില്ലാതെ ചുടും. അത് പൂദോശ എന്ന് പറയും. ഭഗവാന് പൂദോശ കൊടുക്കുകയാണ് എന്ന് പറയും. പിന്നെ അതൊക്കെ ഒരുക്കി അത് എൻ്റെ അമ്മ ഒരുക്കുമ്പോഴേക്കും രാത്രി 12 മണിയാവും. 12 മണിക്ക് തന്നെ പൂജ കഴിക്കുള്ളൂ. അപ്പോഴേക്കും കോവിലകത്ത് കഥന വയ്ക്കും. ആ കഥന ശബ്ദം കേട്ടാൽ അമ്മ അപ്പം എല്ലാവരെയും വിളിച്ചോളത്തും. മക്കളെ എണീക്ക്, പൂജയായി, നമുക്ക് തൊഴുതിട്ട് കിടന്നാൽ മതി, പ്രസാദം കഴിക്കണ്ടേ, വരിൻ എന്നൊക്കെ പറഞ്ഞ് അമ്മ വിളിക്കും. പിന്നെ അമ്മ പൂജയൊക്കെ കഴിച്ച് എല്ലാവർക്കും, മക്കൾക്കും പേരമക്കൾക്കും ഒക്കെ കൊടുത്ത ശേഷം
പിന്നെ കുറേ ഞങ്ങളുടെ പണിക്കാരുണ്ട്, അവരുടെ മക്കളുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഏർലി മോർണിങ്ങിന് അവരെയൊക്കെ വരാൻ പറയും. അവരൊക്കെ വരാൻ പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അല്ല, ആ ഡേ തന്നെ ആ ഡേ 12 മണി പറഞ്ഞാൽ ആ ഡേ ആയിരുന്നു. രാവിലെ നേരത്തെ. രാവിലെ നേരത്തെ വന്ന് കുട്ടികൾക്കൊക്കെ ഗ്ലാസ്സിൽ പായസം കൊടുത്ത് ഒക്കെ അപ്പം മട എല്ലാം അവിടെ എന്തുണ്ടാക്കിയോ അതൊക്കെ അപ്പം കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം അമ്മയ്ക്ക് തൃപ്തി വരും. ഒരു ഉത്സവം പോലെ, ഒരു ഉത്സവം പോലെയാണ്. നൊസ്റ്റാൾജിയ, പണ്ടത്തെ അമ്മൂമ്മയുടെ സെലിബ്രേഷൻ അല്ലേ? അതെ. ഇപ്പൊക്കെ പക്ഷെ മാറിയല്ലേ അമ്മൂമ്മ? ദൈവത്തിന്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ നിറച്ചും ബുക്സുകളായിരിക്കും, അത് വായിച്ച്. അതെ, എൻ്റെ അമ്മ ഞങ്ങൾ കിടന്നാലും എൻ്റെ അമ്മ എപ്പോഴും വായനേനെ ആ സമയം വരെയും. പിന്നെ അണിയാനൊന്നും ഞങ്ങൾക്ക് അറിയില്ല, അതൊക്കെ പണ്ട് അമ്മയ്ക്കൊക്കെ ധാരാളം അറിയാം. പലഹാരങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ അതായിരുന്നു അമ്മൂമ്മയുടെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി എക്സ്പീരിയൻസ്. ഓണത്തിന് എൻ്റെ മകൾ ചെറുപ്പമാണ്, കുട്ടിയാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എങ്ങനെ അറിയോ, കുട്ടികളെ കണ്ടാൽ വലിയ ഇഷ്ടമാണ് പേരമക്കളെയൊക്കെ. എന്നാലും അവളാണ് ലാസ്റ്റിൽ കുട്ടി. അവളുടെ കയ്യും കാലും ഒക്കെ മാവിൽ മുക്കി അതേ അടയാളങ്ങളൊക്കെ വെച്ച് എല്ലാവരുടെ പേരും എഴുതിയ മാവുകൊണ്ട് അതൊക്കെ അമ്മയ്ക്കൊരു ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ അതായിരുന്നു അമ്മൂമ്മയുടെ സെലിബ്രേഷൻ കഥ കേട്ടോ. പണ്ടത്തെ അമ്മൂമ്മയുടെ ഓരോ ഉത്സവങ്ങളും, ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആയിക്കോട്ടെ, ഗണേശ ചതുർത്ഥി അല്ലെ, എല്ലാ ഉത്സവങ്ങളും ഇവര് സെലിബ്രേറ്റ് ചെയ്തത് അങ്ങനെയാണ്. മാത്രമല്ല നമ്മുടെ കൂടെ ഉള്ള പണിക്കാർക്കും ഒക്കെ ഉത്സവമായിരിക്കും പണ്ട് കാലത്ത് കൊടുക്കുമ്പോ. അതെ, അപ്പൊ ദാ നമ്മുടെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ക്ലോസപ്പ് ആയിട്ട് ഞാൻ കാണിച്ചു തരികയാണ്. എല്ലാം വന്നിട്ടുണ്ട്. പായസം, വിളക്ക്, പഴം, തേങ്ങ, ചന്ദനത്തിരി, പൊരി, ഇതാട്ടോ പായസം, അവൽ, വെല്ലം, കുങ്കുമം, ചന്ദനം എല്ലാം വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം അതാ നമ്മുടെ പൂജക്കാരൻ നടന്നു വരുന്നുണ്ട് കേട്ടോ. അനിയനാണ് ഇന്ന് പൂജ ചെയ്യുന്നത്. സോ പൂജയ്ക്ക് ടൈം ആയിട്ടുണ്ട്. തുളസി കവിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസി കവിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. കാർവർണ്ണ തന്നെ മേനി കായാമ്പു പൂവിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. കാർവർണ്ണൻ തന്നെ മേനി കായാമ്പു പൂവിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ, കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ, ഒന്നൂടെ ആടൂലേ കണ്ണാ 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 കണ്ണാ. തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. ദേഹിമേ കൃപയാ ശംഭോ ദദാതവ സമീപം.
അപ്പം അങ്ങനെ നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം നമ്മൾ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു. കുഞ്ഞു വ്ളോഗായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ. ബൈ.